ഹലോ ഗൈസ്, നിങ്ങൾക്കെല്ലാം കാണത്തില്ലേ പണ്ട് സ്കൂളിലൊരു ബെസ്റ്റ് ഫ്രണ്ട് എനിക്കും ഉണ്ടായിരുന്നു. അങ്ങനെ ഒരാൾ ഞങ്ങൾ ഒരുപാട് നാൾക്ക് ശേഷം ഒന്ന് മീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് മീറ്റ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് എവിടെ പോകണം എന്നായിരുന്നു നമുക്ക് കൺഫ്യൂഷൻ. അങ്ങനെ നമ്മൾ നേരെ പോയത് നമ്മൾ പഠിച്ചിരുന്ന സ്കൂളിൽ തന്നെയാണ് കേട്ടോ. എനിക്കിവിടെ വലിയ അറ്റാച്ച്മെൻ്റ് ഒന്നും ഇല്ലെങ്കിലും എനിക്കൊരു 3 നല്ല സുഹൃത്തുക്കളെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അവരിപ്പോഴും എൻ്റെ കൂടെ തന്നെ ഉണ്ട്. പിന്നെ കുറച്ച് നേരം നമ്മൾ അവിടേക്ക് നിന്നിട്ട് നേരെ നമ്മുടെ PMG ഉള്ള ലാക്മി സലൂണിലോട്ട് വിട്ടു. എനിക്കൊന്ന് ഹെയർ കട്ട് ചെയ്യണമായിരുന്നു. അവിടെയാണെങ്കിൽ എന്തൊക്കെയോ ഓഫേഴ്സ് റണ്ണിങ് ആണ്. ഹെയർ കട്ടെല്ലാം 499 ആണ് കറൻ്റ്ലി റണ്ണിങ് ആണത്. സോ ഹെയർ കട്ടെല്ലാം ചെയ്തപ്പോൾ എൻ്റെ ലുക്ക് അങ്ങ് മാറി, ഞാൻ അടിപൊളിയായി. പിന്നെ ഒരൊറ്റ ഹെയർ വാഷ് കഴിയുമ്പോഴത്തേക്ക് എൻ്റെ ലുക്ക് പഴയ ലുക്കാവും, ശരിയാണ്. എന്നാലും എനിക്ക് എന്നെ കണ്ടെടുക്കാൻ തോന്നിയില്ല. സോ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഹെയർ കട്ടെല്ലാം ചെയ്തിട്ട് അവിടെ നിന്ന് നേരെ ലുലു മാളിലേക്ക് പോയി. അവിടെ ചെന്ന് 3-4 ഷോപ്പിലൊക്കെ ചുമ്മാ കയറി ഡ്രസ്സൊക്കെ നോക്കി നിന്നു. വാങ്ങാനായിട്ടല്ല, ചുമ്മാ ജസ്റ്റ് നോക്കിയതാണ്. അങ്ങനെ തിരിഞ്ഞിങ്ങനെ നടന്നപ്പോഴാണ് ഞാൻ ആ സത്യം അറിഞ്ഞത്. നമ്മുടെ ഡൈസൺ ലുലു മാളിൽ വന്നിട്ടുണ്ട് ഗൈസ്. എന്നാണോ എന്തോ എനിക്കിനി അവിടെ നിന്ന് അതൊക്കെ വാങ്ങാൻ കഴിയുന്നതെന്നൊക്കെ ആലോചിച്ചു. ഞാൻ നേരെ ഹൈപ്പറിലോട്ട് വിട്ടു. നല്ല വിശപ്പുണ്ടായിരുന്നു എനിക്ക് അവക്കും. സോ നമ്മൾ അവിടെ ചെന്നിട്ട് എന്തൊക്കെയോ വാരിപ്പറക്കി കുട്ടയിലിട്ടു. അത് കഴിഞ്ഞിട്ട് ഒത്തിരി കേക്ക്സ് അവിടെ ഉണ്ട്. സോ നമ്മളൊരു ബ്ലൂബെറി ചീസ് കേക്ക് വാങ്ങി. പിന്നെ ഒരു ജ്യൂസും എല്ലാം എടുത്തിട്ട് നേരെ നമ്മുടെ ഫുഡ് കോർട്ടിൽ പോയി ഞങ്ങൾ വാങ്ങിയതെല്ലാം കഴിച്ചു. അതിൽ വേണ്ട ഈ ടിക്ക ചിക്കൻ പപ്സ് അങ്ങനെ എന്തോ ആണ് കേട്ടോ. 35, 36 അങ്ങനെ എത്രയോ റേറ്റാണ്, കറക്റ്റ് എനിക്കറിയത്തില്ല. മസ്റ്റ് ട്രൈ. എല്ലാം കഴിഞ്ഞപ്പോൾ എനിക്ക് ചെറിയൊരു തലവേദന ഉണ്ടായിരുന്നു. സോ നമ്മൾ ചായയിൽ പോയി ഒരു ചായയും കുടിച്ചു. പിന്നെ മിനിസോയിലോട്ട് വിട്ടു. അവിടെ ചെന്ന് കുറച്ച് സോഫ്റ്റ് ടോയ്സൊക്കെ നോക്കിയിട്ട് കുറച്ച് നേരം അവിടെ കറങ്ങിയൊക്കെ നിന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ അത്രയേ ഉള്ളൂ. പിന്നെ കൂടെയുള്ള ആളെ കാണിക്കാത്തത് ആൾക്കൊട്ടും താല്പര്യമില്ലാത്തതുകൊണ്ടാണേ. അപ്പോൾ ഓക്കെ, ബൈ.